കൺമണി മോളെ ഇന്നേ കൺമണി മോൾക്കാണെങ്കിൽ 9 മാസമായി. കൺമണി മോൾ ഉണ്ടായിട്ട് ഇപ്പൊ 9 മാസമായി. ഇനി ഹാപ്പി ബർത്ത്ഡേ ആറായല്ലോ. അതെ, ഇങ്ങനെ തന്നെ കിടന്നാ മതിയോ? എഴുന്നേറ്റ് നടക്ക്, ഇവിടെ കിടക്ക. ചേച്ചിന്റെ അടുത്തോടെ കളിച്ച് നടക്ക്. അവൾ ഇംഗ്ലീഷ് ശരിയാ. ഗുഡ് മോർണിംഗ് അമ്മേ. ആ ഗുഡ് മോർണിംഗ് മക്കളെ. കണ്ണാ എന്താ അമ്മേ? ഇന്നാണ് ഈ കൺമണി മോൾക്കേ ഇന്ന് 9 മാസമായി. ഹായ്, 9 മാസമായല്ലേ? ഹായ്, അത്രക്കായല്ലേ? ഇപ്പൊ വലുതാറായാലേ ഇവള്. കൺമണി മോളുടെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ആവുമല്ലോ. എന്താ ഫ്ലേവർ അമ്മേ വാങ്ങിക്കേണ്ട കേക്ക്? കേക്ക് ഏത് ഫ്ലേവർ വാങ്ങിക്കണ്ടേ? ഇവൾക്ക് എന്തായാലും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് ചോക്ലേറ്റ് കേക്ക് വാങ്ങിക്കാം. എന്നാൽ ചോക്ലേറ്റ് കേക്ക് വാങ്ങിക്കാം. എനിക്കും ആ കേക്ക് തന്നെ ഏറ്റവും ഇഷ്ടം, ചോക്ലേറ്റ് കേക്ക്. തുമ്പിക്ക് തന്നെ സ്ട്രോബെറി കേക്ക് ഇഷ്ടം. ഇവളുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അടുത്ത മാസം തുമ്പിയുടെ ഹാപ്പി ബർത്ത്ഡേ. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കണ്ണന്റെ ഹാപ്പി ബർത്ത്ഡേ. അമ്മാമ്മ തുമ്പി എഴുന്നേറ്റ് നോക്കിട്ട് വട്ടെ. ആ ശരി, അങ്ങോട്ട് അങ്ങോട്ട് നടന്നു വാ. ആഹാ, ഇവിടെ നടന്നു വന്നോ? അതേ താഴെ നടക്കുന്നേ. മക്കളെ കൊണ്ടു വാ. മോളെ അവിടെ പോയി നിൽക്ക്. എന്താ അമ്മ വിളിച്ചേ? ദേ ഇവള് നടക്കാറായി. ഹായ്, അവള് നടക്കുന്നുണ്ടോ? ആ അതെ അതെ, അവിടുന്ന് ഇപ്പൊ ഇത്രയും ദൂരം കൊണ്ട് നടന്നു വന്നവള്. ഇന്ന് ഞാനൊന്ന് കാണട്ടെ. കൺമണി മോളെ ഇങ്ങോട്ട് വാ. ഹായ്, ഇവളോട് വരെ നടന്നു വന്നല്ലോ. ആയ രസമുണ്ട്, നമുക്ക് കളിക്കാൻ പിന്നെ ഒരു കൂട്ട് കിട്ടി. നീ എന്താ ചേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നേ? പൊടി. ഞാൻ ഉണ്ടാക്കി അതേ സൗണ്ട് തന്നെ ഇവളും ഉണ്ടാക്കുന്നത്. ഓ കൊച്ചുകുറിപ്പ്. കൺമണി മോളെ അവളെ ചേട്ടാന്ന് വിളിച്ച ആദ്യമായിട്ട്. അതിന് ചേച്ചിനെ വിളിക്കേ. കൺമണി മോളെ നമ്മള് കണ്ടതിന് വിളിച്ച്. അതിന് അടുത്ത് അമ്മയെ വിളിക്കേ. കൺമണി മോളെ. നല്ല രസമുണ്ട്, തേൻ പോലത്തെ സൗണ്ട്. ആ ശരി, നല്ല രസമുണ്ട് അവളെ സൗണ്ട്. കൺമണി മോളെ വാ, കുറുക്ക് കഴിക്കാൻ. നമ്മുടെ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. ആ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ. ആരത്? ആ അമ്മൂമ്മ. കൺമണി മോൾക്ക് 5 മാസമായപ്പോ അമ്മൂമ്മ പോയില്ലേ? പക്ഷെ അമ്മൂമ്മയപ്പോ വിഷം വരും. ഇത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ട്. ശരി, അങ്ങ് വിഷമമായി പോയി. ഇനി അടുത്ത മാസം വരുമെന്ന് പറഞ്ഞല്ലോ. ഒരാഴ്ചയൊക്കെ നിന്നിട്ട് പോന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ കൂടെ ഇത്ര ദിവസം നിന്നിട്ടേ അങ്ങ് പോയപ്പോ വിഷമമായി. ആ അത് ശരി, അങ്ങ് വിഷമമായി പോയി പെട്ടെന്ന്. അതിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അമ്മൂമ്മ എപ്പോഴും ഇടയ്ക്കൊക്കെ വരുമല്ലോ. വാടി നമുക്ക് കളിക്കാം എന്തായാലും. ആ കളിക്കാം. ചേട്ടാ നമ്മളെന്താ കളിക്കും? ഞാനിപ്പോ വരാവേ. കളിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ട് വട്ടാകത്തെ. എന്തെങ്കിലും കിട്ടിയോ ചേട്ടാ കളിക്കാൻ? ആ കിട്ടി, എന്റെ RC ബൈക്ക്. ഹായ്, RC ബൈക്കോ? അതെനിക്കാ. എനിക്ക് ചേട്ടാ RC ബൈക്ക്. നീ പോടി ഓടുന്നത്, എന്റെ ബൈക്ക് നിനക്ക് ഞാൻ തരത്തില്ല. നീ വേണമെങ്കിൽ നിന്റെ ബാർബിഡോണിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കളിച്ചാൽ മതി. എന്റെ RC ബൈക്ക് നിനക്ക് ഞാൻ കളിക്കാൻ തരത്തില്ല. ഞാൻ ചേട്ടാ നിന്നോട് തരാനാ പറഞ്ഞേ. തരത്തില്ല. തരാനാ പറഞ്ഞേ. നിന്നോട് തുമ്പി ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന്. തരത്തില്ലടാ ചേട്ടാ. നീ എന്താണ് ചേട്ടാ നീ അങ്ങോട്ട് പുറയിലോട്ട് പോന്നേ? പിന്നെ നീ എന്റെ ബൈക്ക് എടുക്കാൻ വരുമ്പോ ഞാനെന്ത് നിന്റെ മുമ്പിലോട്ട് വരണോ? ഞാൻ ബാക്കോട്ടല്ലേ വേണ്ടേ? മര്യാദക്ക് ഇങ്ങോട്ട് വന്നിട്ട് ബൈക്ക് എന്നെ തന്നിട്ട് മര്യാദക്ക് വേണേ പോവാ. അല്ല നീ എന്തേടി? എന്ത് ചെയ്യുന്നേ? കാണിച്ചു തരാം. ആ നീ എന്താ കാണിച്ചു തരാം? നിന്നെ ശരിയാക്കും ഞാൻ. ആ നിന്നെ ഞാൻ ശരിയാക്കോട്ടെ ചേട്ടാ. ഇവിടെ താ ബൈക്ക്. ഞാൻ തരത്തില്ല. വീട് ഞാൻ തരത്തില്ല. എന്റെ ബൈക്കും കൊണ്ട് പോകുന്നു. നിക്കടെ, എന്റെ ബൈക്ക് കൊടുത്താ. എടി എന്റെ ബൈക്ക് ഇവിടെ തരാനും. നീ അങ്ങോട്ട് പോവാ, എന്റെ ബൈക്ക് തരാൻ. ഇങ്ങോട്ട് താ. നീ പോടാ ചേട്ടാ. എന്റെ ബൈക്കും കൊണ്ട് അവള് പോയി. എടി ഓ എന്താണ് മനുഷ്യൻ പേടിച്ചു പോയി. എന്താണ് എന്റെ ബൈക്ക്? ആ ബൈക്ക് എനിക്ക് തരത്തില്ല. എടി നീ കളിക്കില്ല ഏട്ടാ. മര്യാദക്ക് എന്റെ ബൈക്കും കൊണ്ട് തരാന്ന് എന്നോട് പറഞ്ഞേ. തന്നില്ല എന്താ ചെയ്യാ എനിക്കറിയത്തില്ല. എടി എന്റെ ബൈക്ക് കൊണ്ട് തരാൻ പറഞ്ഞില്ല നിന്നോട്. എന്റെ ഈ ബൈക്ക് ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ? നീ അല്ല എന്റെ ബൈക്ക് എടുത്തുണ്ടോ? അല്ല വേറെ ആരെങ്കിലും ആണോ? ബൈക്ക് വേണമെങ്കിൽ അകത്ത് എവിടെയെങ്കിലും പോയി തപ്പ്. എന്തൊരു കഷ്ടവിളെ കൊണ്ട്. ഇപ്പൊ തപ്പിയ തന്നെ ബൈക്ക് ഇപ്പൊ കിട്ടും. ഒരിക്കലും കാണാത്ത സ്ഥലത്ത് കൊണ്ട് ആ ബൈക്ക് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. അവസാനം തപ്പിത്തപ്പ് വയ്യാന്നിട്ട് എന്റെ അടുത്തോട്ട് വരും ബൈക്ക് എന്ത് ചോദിച്ചോണ്ട്. അങ്ങനെ എനിക്ക് വലിയൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നാൽ മാത്രം ഞാൻ ബൈക്ക് തരാന്ന് പറയും. അപ്പൊ എനിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു തരും, ആ ബൈക്ക് എടുത്തു കൊടുക്കും. സൂപ്പർ തുമ്പി അല്ലേ? ഇവളെ ഈ ബൈക്കിന് എവിടെ കൊണ്ട് വെച്ചേക്കോ? ഓ വയ്യ, തപ്പി എന്റെ ബൈക്കിനെ എവിടെ കൊണ്ട് വെച്ചേക്കുവാണോ അവള്? എന്റെ ബൈക്കൊന്ന് കിട്ടട്ടെ, എന്നിട്ട് അവളെ ശരിയാക്കുന്നുണ്ട് ഞാൻ. ചേട്ടാ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമല്ലേ ഞാൻ. ഇതുവരെ ആ ചേട്ടനെ കണ്ടതുപോലെയല്ലോ ഞാൻ. എന്റെ ഐഡിയ ഫ്ലോപ്പ് ആയെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ഫ്ലോപ്പ് ആവാൻ സാധ്യതയില്ല. എന്തായാലും കുറച്ചു നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ അകത്ത് കയറി പോയി തപ്പാം. ഇവൾക്ക് ഞാൻ ഒരു പണി കൊടുക്കാം. അയ്യോ എന്റെ തലയിൽ ആരെ പിടിച്ചേ? ഇവിടെ നോക്കിയിട്ട് ആരും കാണുന്നില്ലല്ലോ. എനിക്ക് ചിലപ്പോ തോന്നുമായിരിക്കും എല്ലാം വന്ന് തലയൊന്ന് വീണായിരിക്കും. ഒന്നുകൂടി ഇവളെ പേടിപ്പിക്കാം. അയ്യോ എന്റെ തലയിൽ ആരെ പിന്നെ പിടിച്ച്?
എവിടെയാടി ആ ബൈക്ക് കൊണ്ട് വെച്ചേക്കുന്നത് നീ? ഏത് ബൈക്ക്? RC ബൈക്ക് നീ എവിടെയാടി കൊണ്ട് വെച്ചേക്കുന്നത്? നിങ്ങൾ ആരാ? ഞാൻ പ്രേതം. പ്രേതോ? അതെ, പ്രേതം. ആ RC ബൈക്ക് നീ എവിടെയാടി ഒളിപ്പിച്ച് വെച്ചേക്കുന്നടി? അതോ? ആ അത് തന്നെ, RC ബൈക്ക് തന്നെ. എവിടെയാടി ഒളിപ്പിച്ച് വെച്ചേക്കുന്ന? മര്യാദക്ക് പറഞ്ഞോണം. ഞാൻ പറഞ്ഞുതരാം. കിച്ചണിന്റെ കബോർഡിന്റെ അകത്ത്. അനക്കൊന്നുമില്ലല്ലോ. ഹലോ ഹലോ. പോയെന്ന് തോന്നുന്നല്ലോ. ഇവൾ എന്റെ RC ബൈക്ക് ഏത് കബോർഡിലായിരിക്കും വെച്ചേക്കുന്നത്? ഈ കബോർഡിലാണോ നോക്കട്ടെ? അവിടെയല്ല, അപ്പുറത്ത് നോക്കാം. അങ്ങനെ ഫൈനലി എന്റെ RC ബൈക്ക് കിട്ടി. ഇതിനൊരു പോറൽ പോലും പറ്റിയില്ലല്ലോ. ഓ ഭാഗ്യം. ഇതൊന്ന് ഓണാക്കി നോക്കാം, ഇതിന്റെ മോട്ടറൊക്കെ വർക്കിംഗ് ആണോന്ന്. ആ 2 ടയറും കറങ്ങുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല. അങ്ങനെ എന്റെ ഈ പ്ലാൻ സക്സസ് ആയി. ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവോ? ഞാനാണെങ്കിൽ പ്രേതത്തിന്റെ സൗണ്ട് അവളോട് പറഞ്ഞപ്പോൾ അവളാണെങ്കിലേ എന്റെ ഈ RC ബൈക്ക് വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു. അത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. എന്തായാലും അവസാനം എന്റെ RC ബൈക്ക് കിട്ടി. എനിക്ക് പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഇവളാണെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു സ്കൂട്ടർ ആണെങ്കിൽ ഇവള് തല്ലി പൊട്ടിച്ച്. എന്തായാലും ആ സ്കൂട്ടർ തല്ലി പൊളിച്ചാലേ ഒന്നും ആയില്ലല്ലോ. ഇത് ഭാഗ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ അവളുടെ ബാർബിഡോളിൽ ഞാൻ തല്ലി പൊളിച്ചാണ് ഞാൻ മൊത്തം. അവളുടെ ഭാഗ്യം കൊണ്ട് അവളുടെ ബാർബിഡോളിനൊന്നും പറ്റിയില്ല. എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ RC ബൈക്കിനൊന്നും പറ്റിയില്ല. അവളെന്തേ അവളെ നോക്കിയിട്ട് വരട്ടെ. ബൈക്ക് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് പോവാം. വരുന്നുണ്ട് ചേട്ടൻ. ആ ബൈക്ക് നിന്ന് ചോദിക്കാൻ വരുമായിരിക്കും. ആ സമയത്ത് വേണം എനിക്ക് ഡയറി മിൽക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടൻ ഡയറി മിൽക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ബൈക്കിന്റെ സ്ഥലം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടെ പോയി എടുക്കും. അപ്പൊ ഞാൻ എന്റെ ചോക്ലേറ്റ് തിന്നും. ഗുഡ് ഐഡിയ. ചേട്ടൻ കണ്ടെന്ന് വരട്ടെ. എന്താണ് നീ പല്ല് വിളിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എടി എന്റെ ബൈക്ക് കിട്ടിയേ. ബൈക്ക് കിട്ടിയെന്നോ ചേട്ടൻ? അതെങ്ങനെ? അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ. ഞാൻ നല്ല ഒളിപ്പിച്ചല്ലേ വെച്ചേക്കുന്ന ബൈക്ക്. പിന്നെ അങ്ങനെ കിട്ടി? ഉമ്മ പ്രേതത്തിന്റെ ഒരു സൗണ്ട് കേട്ടില്ലേ? അങ്ങനെ RC ബൈക്ക് ചോദിച്ചപ്പോ ഞാൻ RC ബൈക്ക് ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. അത് ചേട്ടനായിരുന്നു തോന്നുന്നു. മൊത്തം കുളമായി എന്റെ ഐഡിയ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്റെ ഈ പൊട്ട ഐഡിയ ഫ്ലോപ്പ് ആവുമെന്ന്. എന്തായാലും വിചാരിച്ചോളെ തന്നെ ഫ്ലോപ്പ് ആയി. ഇനി എവിടുന്നാണ് ഡയറി മിൽക്ക് ഞാൻ തിന്നാൻ പോകുന്നത്? ഈ വർഷം എന്തിനു തിന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, ഞാനെന്തിനാ വിഷമിക്കുന്നത്? അച്ഛനോട് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരത്തില്ലേ? പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്? കിട്ടിയാ ചേട്ടൻ ബൈക്ക്? എനിക്ക് ബൈക്ക് കിട്ടിയടി. ഞാൻ അവിടെ കൂടെ ഒക്കെ നടന്നപ്പോഴേ അവിടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബൈക്ക് കിട്ടി. അല്ലേ നീ എത്ര നേരമായിട്ട് എന്തോ പറഞ്ഞോണ്ടിരുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ച്. നീ എന്തോ പറഞ്ഞതുപോലെ ഞാൻ കേട്ട്. ഞാനൊന്നും പറഞ്ഞില്ല. ചേട്ടൻ ചിലപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടായിരുന്നു നീ എന്തോ സംസാരിക്കുന്ന അവിടെ ഇരുന്ന്. ഒന്ന് പോ ചേട്ടൻ. ചേട്ടൻ തോന്നുന്നയാ. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. തോന്നാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ നീ സംസാരിക്കുന്ന കണ്ടായിരുന്നു. ഒന്ന് പോ ചേട്ടൻ. എന്നെ കൂടെ ദേഷ്യം പിടിപ്പിക്കുന്നത് പറഞ്ഞേക്കാം. അപ്പൊ അപ്പുറത്ത് ഞാൻ പോവാണേ. രാക്ഷസി. നീ എന്താണ് ചേട്ടൻ എന്നെ വിളിച്ചേ? രാക്ഷസി. എന്നെ രാക്ഷസി വിളിച്ചാലും ശരിയാക്കി തരാൻ ഞാൻ ഇപ്പൊ വരുവാ.